ഈ തെലുങ്കോ തമിഴോ മലയാളം തെലുങ്കോ തമിഴോ ഒരു കാര്യം മലയാളത്തിലേക്ക് ഇംപ്ലിമെന്റ് ആവണം അല്ലെങ്കിൽ മലയാളം കണ്ട് പഠിച്ചിരുന്നെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സെൻസിബിലിറ്റീസ് ഉണ്ട്. സെൻസിബിലിറ്റീസ് ഉണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പരിപാടികളുണ്ട്. അതിന് പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടം അത് കൊടുക്കാനൊരു ഫിലിം മേക്കറിന് സാധിക്കുമ്പോഴാണ് ഹിറ്റുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ മലയാളി പ്രേക്ഷകർ വളരെ വ്യത്യസ്തരാണ്. അവർ ഇപ്പോൾ സൂ ഫ്രം സോ എനിക്ക് തോന്നുന്നു ഇവിടെ വലിയ ഹിറ്റാണ്. അത് അവർ കന്നഡ സിനിമയായിട്ട് തന്നെ കാണുന്നതാണ്, ഡബ് ചെയ്തത്. പക്ഷെ അത് അങ്ങനെ തന്നെ മലയാളത്തിൽ എടുത്തു വെച്ചാൽ അത് എത്രത്തോളം വർക്ക്ഔട്ട് ആവുന്നുള്ളത് കുറേ ചേഞ്ചസ് വരുത്തിയാൽ വർക്ക്ഔട്ട് ആവുള്ളൂ. അതേപോലെ തന്നെ ബാഹുബലി, അത് ദേ നോ ദാറ്റ് ഇറ്റ്സ് എ തെലുഗു ഫിലിം. അത്ര ആ ഒരു സാധനം അവർ എൻജോയ് ചെയ്ത് കാണുക. ഇപ്പൊ വരാൻ പോകുന്ന കാന്താര മാത്രമല്ല കൂലിയും ഇത്രയും സ്റ്റാർ കാസ്റ്റ്, രജനി സാർ പടം, യോക്കി, ആ ഒരു കോംബോ. അപ്പൊ അവർ അങ്ങനെ തന്നെയാണ് കാണുന്നത്, അവർക്ക് ആ സിനിമകൾ അങ്ങനെയാണ് കാണേണ്ടത്. അതേ സമയത്ത് ഒരു മലയാള സിനിമ കാണാൻ പോകുമ്പോൾ ഓക്കെ ഫൈൻ, ഒരു കൊച്ചു സിനിമയാണ്, ഞങ്ങളുടെ സിനിമയാണ് എന്നും പറഞ്ഞാൽ അവർ പോയി കാണാൻ പോകുന്നത്. അപ്പൊ അവർ അതിൻ്റെതായിട്ടുള്ളൊരു ഇതിലാണ് അവർ പോയി ആ സിനിമ കാണാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താ റീസെന്റ് നല്ലൊരു ഹിറ്റ് സിനിമ പറയുമ്പോൾ ഒരു കിഷ്കിന്ദ കാണ്ഡം, വളരെ ചെറിയ സിനിമയാണ്, കുറച്ച് ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. പക്ഷെ അവരത് എൻജോയ് ചെയ്ത് കണ്ടത് സ്വന്തം സിനിമ, സ്വന്തം നാട്ടുകാർ, അവരുടെ ഒരു ഇമോഷൻസ് അതൊക്കെ കണക്ട് ആയ ആൾക്കാർക്ക്. അങ്ങനെയാണ് ആ സിനിമ വലിയ ഹിറ്റ് ആകുന്നത്. പിന്നെ മലയാളത്തിൽ ഇപ്പൊ ഒരു സിനിമ വലിയൊരു സക്സസ് ആണെങ്കിൽ അതിന്റെ റൈറ്ററിനോ മേക്കറിനോ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരോട് പേഴ്സണലി അത് സംസാരിക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവം ഞാൻ ചെയ്യും. എനിക്കൊരു സിനിമ ഇഷ്ടപ്പെട്ട ഞാൻ ഉടനെ ഒരു കാര്യം പറയും. റീസെന്റ് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ അത് ഞാൻ കിഷ്കിന്ദാകാന്ഡത്തിന്റെ ഡ്രസ്സിൽ സംസാരിച്ചിരുന്നു. പിന്നെ മലയാളത്തില് പിന്നെ നമ്മുടെ ആശുപത്രിയുടെ വേറൊരു സിനിമ റീസെന്റ് റിലീസായത് രേഖാചിത്രം. എനിക്ക് ഉജ്ജ്വലന്റെ മേക്കിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്, പക്ഷെ പിള്ളേരുടെ ബാക്ക്ഗ്രൗണ്ട് കൊച്ചു പിള്ളേരാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരെ വിളിച്ച് സംസാരിച്ചു. അതിന് മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സിനിമകൾ കാണുകയും ചെയ്യും, ഇഷ്ടപ്പെട്ടാൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്യും. ഇപ്പം തമിഴിൽ ഇനി അങ്ങോട്ടേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയായിരിക്കും? മലയാളത്തിൽ എനിക്ക് മനസ്സിലായി. അതെ, തമിഴിലും ഇപ്പോൾ ഞാനൊരു കാര്യം ഈ ഒരു സിനിമയോട് തീരുമാനിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി കുറച്ച് ക്വാളിറ്റിയുള്ള സിനിമകൾ ചെയ്യുക, നല്ലൊരു ടെക്നിക്കൽ ടീമിനെയും ആർട്ടിസ്റ്റിനെയും സെറ്റാക്കിയതിനു ശേഷം മാത്രമേ ഇറങ്ങുക. ഒരു നല്ല പ്രൊഡ്യൂസർ ബാക്കപ്പ് മസ്റ്റായിട്ട് വേണം. ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായി ഒരു ടീമിനെ ഇറക്കി പരിപാടികൾ പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ പതുക്കെ ഫണ്ട് റേസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ആഗ്രഹം എത്രത്തോളം സഫലമാവുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് മൂവിങ് ഓൺ. പക്ഷേ ഈ ഒരു മൂവ്മെന്റിൽ ഞാനിങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും ഏതെങ്കിലുമൊക്കെ സിനിമ വരും, പിന്നെ ഞാൻ അതിന്റെ പറയാൻ പോകും. അതാണ് സംഭവിക്കാറ് പലപ്പോഴും. ഈ ഒരു ബാക്കപ്പും ഇല്ലാതെ സിനിമ വന്നുകൊണ്ടുണ്ടായ ഗുണം എന്താ? ഒരു ബാക്കപ്പും ഇല്ലാതെ സിനിമയിൽ വന്ന സർവൈവ് ഭയങ്കര കഷ്ടപ്പാടാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കണം. നമ്മൾ നമ്മുടേതായിട്ടുള്ള ശരിക്കും നല്ല സുഹൃത്തുക്കൾ ചേരുമ്പോഴാണ് നല്ല സിനിമകൾ ഉണ്ടാകുന്നത്. നമുക്ക് കൺവേ ചെയ്യാൻ പറ്റിയ നല്ല നമ്മളുടെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല ഫ്രണ്ട്സ്, അവർക്കും ഒരേപോലെ പാഷനറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അപ്പോഴായിരിക്കും നല്ല സിനിമ ഉണ്ടാകുന്നുള്ള ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാതെ ഒരാൾക്കൊന്നും തലകുത്തി പറഞ്ഞാലും എങ്ങൊന്നും എത്താൻ പറ്റില്ല സിനിമയിൽ. ഈ വേനൽപ്പുഴയുടെ ഒക്കെ കട്ട കണ്ടിട്ട് ഈ അമൽ നീരത്ത് ഉൾപ്പെടെയുള്ളവർ നമുക്ക് സിനിമ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് സമീപിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെന്താ ടേക്ക് ഓഫ് ആവാഞ്ഞത്? എന്തെങ്കിലും രീതിയിൽ അദ്ദേഹമായിട്ട് പിന്നെ ഭാഗമാവാൻ ആഗ്രഹിക്കുകയോ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അമലേട്ടൻ എന്ന ആ സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ഡിപ്പാർട്ടഡ് എന്നൊരു ഫിലിം മലയാളത്തിലേക്കൊന്ന് ഞാനും സുരേഷ് ഏട്ടനൊക്കെ ആയിട്ട് പുള്ളിക്കാരനെ ആലോചിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെ ഞാൻ കഥയായിട്ട് ഞാൻ ഓക്കെ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞതാണ്. പിന്നീട് ആ സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ സുരേഷേട്ടൻ മറ്റേ ക്യാരക്ടർ ഞാനും ഒക്കെ ആയിട്ട് അദ്ദേഹം ഇന്നത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതിനുശേഷം എനിക്ക് തമിഴിൽ കുറേ സിനിമകളായിട്ട് പോയി. അമ്മേട്ടൻ്റെ പിള്ളേരായിട്ട് മുന്നോട്ട് പോയി. പിന്നീട് അമ്മേട്ടൻ ചെറിയൊരു ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് പിന്നീട് ബാക്ക് ടു ബാക്ക് പിള്ളേരായിട്ട് വരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ എവിടേക്കോ എത്തി. പുള്ളിക്കാരൻ വീണ്ടും ഒരു റീസ്റ്റാർട്ടിൽ തുടങ്ങി. പിന്നെ എന്നോട് പുള്ളിക്കാരൻ അൻവർ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വിളിച്ചു. ആ സമയത്ത് ഞാൻ വേറൊരു തമിഴ് സിനിമയുടെ സമയത്ത് എനിക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റിയില്ല, അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും നല്ല സാധനം പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വരട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ. അങ്ങനെ ഇപ്പോൾ അങ്ങനെ അല്ലാതെ ലൈനപ്പിൽ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റു ഫിലിം മേക്കേഴ്സ് ആരൊക്കെയാ? ഞാനോ? അമ്പുക്കാരോട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം, ഖാലിദ് റഹ്മാനോട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം. പിന്നെ ഒരുപാട് നല്ല ഫിലിം മേക്കേഴ്സ് ഉണ്ടല്ലോ ഇപ്പോൾ. ഇപ്പം നമ്മള് ഒരു പ്രണയനായകനായിട്ട് തുടങ്ങുമ്പോഴേ പിന്നീട് അങ്ങോട്ടേക്ക് ബാക്ക് ടു ബാക്ക് പ്രണയ സിനിമകൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടല്ലോ മനഃപൂർവ്വം. അപ്പൊ അതെപ്പോഴെങ്കിലും ഒരു തെറ്റായ ഡിസിഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ അത് യൂസ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു ഭയങ്കര റൊമാൻറ്റിക് സിനിമ വോക്കായ പിന്നെ അതിന്റെ ചൂട് പിടിച്ച് റൊമാൻറ്റിക്കുകൾ അങ്ങനെ ചെയ്ത് വന്നിട്ട് ഹിറ്റാക്കിയ ആളുണ്ടല്ലോ.
അതൊരു റോങ് ചോയ്സ് ആയിരുന്നു അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു ബാക്ക് ടു ബാക്ക് കുറച്ച് റൊമാൻറ്റിക് പടങ്ങൾ ചെയ്യണമായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമുക്ക് ഞാൻ വന്ന സമയത്ത് എൻ്റേതായിട്ടുള്ള കുറച്ച് സാധനങ്ങളിൽ ഫോക്കസ് ചെയ്ത് മാത്രം എൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രം എടുത്തിട്ട് മൂവ് ചെയ്ത ഒരാളാണ്. ഓക്കെ, അതെല്ലാം ശരിയായിരുന്നു കോ വരെ. ആ അതിനുശേഷം ഞാൻ പഠിക്കാൻ പോയി എന്നുള്ള സാധനവും വേറെ. പക്ഷെ ഒരു കരിയർ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഐ മീൻ ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം കോ പോലത്തെ സിനിമ ഞാൻ അവസരം ചെയ്യരുതായിരുന്നു എന്ന് തോന്നുന്നു. കാര്യം വേറെ ഒന്നുമല്ല, ആ സമയത്ത് എനിക്ക് ബാക്ക് ടു ബാക്ക് ഹീറോ പരിപാടികളുണ്ടായിരുന്നു. കോന് ശേഷം എല്ലാവരും എന്നെ വില്ലൻ വില്ലൻ വില്ലൻ, എവിടെ തെലുങ്കിലാണെങ്കിലും എവിടെയെങ്കിലും വില്ലൻ മാത്രം വിളിക്കാൻ തുടങ്ങി. ആ സമയത്തൊക്കെ ഞാനവിടെ ഇല്ല. പിന്നെ എനിക്ക് വന്ന് 2 വലിയ സിനിമ എനിക്ക് മിസ്സാവുകയും ചെയ്തു, മെയിൻ ലീഡായിട്ട് വന്നിട്ടുള്ള സിനിമകൾ. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ ഒരു സിനിമ ഞാൻ പറയില്ല, അത് വലിയൊരു ഡയറക്ടർ വലിയൊരു ആർട്ടിസ്റ്റ് ചെയ്തത് ഹിറ്റായി. ഐ മീൻ ആ സമയത്ത് ചെറിയൊരാളായിരുന്നു, ആ സിനിമ ഹിറ്റായി, അത് വേറെ രീതിയിൽ പോയി. അപ്പോൾ അങ്ങനെ ഇല്ല, അത് പോട്ടെ, അത് പോട്ടെ. അപ്പൊ അത് തമിഴ് തന്നെയുള്ള സിനിമയാണ്. അപ്പൊ ഒരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയാം, അപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറയും. ശിവകാർത്തികേയന്റെ സിനിമയാണോ? ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് ഒന്നേം തുടങ്ങേണ്ടി വന്നു. മാത്രമല്ല ഞാൻ അവിടെ രണ്ടാമത് പഠിക്കാൻ പോയതും ഒരു വലിയ മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ, പക്ഷെ ആ സമയത്തൊക്കെ ഐ വാസ് സോ ഹാപ്പി, എനിക്ക് എന്താണ് വേണ്ടിയതെല്ലാം കിട്ടി. പിന്നെ എനിക്കിപ്പോ ഒരു 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 ഘട്ടത്തിന് ശേഷം ഫാമിലിക്ക് മനസ്സിലായി എനിക്ക് ഇവിടെ എനിക്ക് സിനിമയാണ് ഇഷ്ടം എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നൗ ദർ ഓൾ ഹാപ്പി. ഐ മീൻ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് സാധനങ്ങൾ വരുന്നത് കൊണ്ട് എല്ലാം സെറ്റാണ്. ഈ ഇപ്പൊ മലയാളത്തിലെ ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാൻ ഇവിടെ കേരളത്തിൽ അവൈലബിൾ ആവുന്നുണ്ട് അജ്മൽ, അങ്ങനെ ഇവിടെ സെറ്റിൽഡ് ആണോ ഇപ്പോൾ, അത് ചെന്നൈയിലാണോ? ഞാൻ കേരളത്തിൽ തന്നെയുള്ളത്. എനിക്ക് സിനിമകൾ വരുമ്പോൾ മാത്രം ഞാൻ ഹൈദരാബാദിലും ചെന്നൈയിലൊക്കെ ട്രാവൽ ചെയ്യും. ഇപ്പൊ അവിടെ പോയാൽ നമുക്ക് ഫോൺ എല്ലായിടത്തും ഉണ്ടല്ലോ. ഞാൻ ആര് വിളിച്ചാലും ഫോൺ എടുക്കുന്ന വ്യക്തിയാണ്, എല്ലായിടത്തും സംസാരിക്കുന്ന ആളുമാണ്. അപ്പോൾ എന്നെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കിട്ടും ഡെഫിനറ്റ്ലി. അജ്മലിനെ പോലെ ഒരു ടാലന്റ് ആളുകൾ കുറേയും കൂടി അവരുടെ സിനിമകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കട്ടെ. ഈ ഒരു ഫയർ ഉണ്ടല്ലോ, എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും നല്ല. ഇപ്പൊ ജിത്തു സാറ് എന്റെ റീസെന്റ് ഒരു സിനിമയിൽ വിളിച്ചു. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ സാർ ഞാനിപ്പോൾ ലീഡ് റോളാണ് ഞാൻ നോക്കുന്നത്, അപ്പോൾ ആടാ എന്നാൽ നമുക്ക് അടുത്ത പരിപാടികളിൽ നമുക്ക് നോക്കാം എന്നുള്ള സീനിൽ. അപ്പോൾ എന്നെ നല്ല വലിയ വലിയ ആൾക്കാരെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പക്ഷെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച് മാറി നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. എനിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ലീഡ് റോൾ അല്ലെങ്കിൽ ഒരു ഡബിൾ ഹീറോ സബ്ജക്ട് അതൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ റൈറ്റ് സമയം വരുമ്പോൾ വിളിക്കും. ലെറ്റ്സ് സീ. ഈ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു സിനിമ ഉണ്ടാക്കുന്നത് മുതൽ അതിന്റെ മാർക്കറ്റിങ്ങിലൊക്കെ ഭാഗമാവാൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു തുടക്കക്കാരന്റെ ഒരു ഫയറോട് കൂടി നിൽക്കുന്ന ഒരു അജ്മലിനെ നമ്മൾ എത്രയോ തവണ കണ്ടിരിക്കുന്നു. അപ്പൊ ആ ഫയർ നിലനിൽക്കല് ഈ പറഞ്ഞ നായക നടനായിട്ട് തന്നെ, ഒരു കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റ് നായകനായിട്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് മലയാള സിനിമയിൽ കാണാൻ സാധിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.